Hi friends, welcome to Biyaskitchen. ഇന്നത്തെ സ്പെഷ്യൽ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ലസാനിയുടെ റെസിപ്പിയാണ്. ലസാനി ഷീറ്റ് ഇല്ലാതെ തന്നെ ബ്രെഡ് ഉപയോഗിച്ച് എങ്ങനെ അതേ ടേസ്റ്റിൽ വീട്ടിൽ നമുക്ക് ലസാനിയ തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ഓവൻ ഉപയോഗിക്കാതെ തന്നെ തവയിൽ എങ്ങനെ ഈസി ആയിട്ട് ബ്രെഡും ചിക്കനും ഉപയോഗിച്ച് ലസാനിയ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് ബോൺലെസ് ചിക്കൻ 500 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കി എടുത്തതാണ്. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനായി 1.25 ടീസ്പൂൺ സാദാ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. പെപ്രിക്ക പൗഡർ 1 ടീസ്പൂൺ, ഒറിഗാനോ 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, റെഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ, ചിക്കൻ മസാല പൗഡർ 1 ടീസ്പൂൺ. ഒലിവ് ഓയിൽ ഓപ്ഷണലാണ്, 2 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാലകളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് മാരിനേഷനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലസാനിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ടൊരു കടായി വെച്ച് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറിയ പീസായി കട്ട് ചെയ്തത് ചേർക്കാം. വെളുത്തുള്ളി ബ്രൗൺ ആയി വന്നാൽ ആ സമയത്ത് ഇതിലേക്ക് നമുക്ക് വലിപ്പമുള്ളൊരു സവാള ഫൈൻ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് മീഡിയം സൈസ് സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. വലിപ്പമുള്ളതാണെങ്കിൽ 1 ചേർത്താൽ മതി. ഇതുപോലെ ഫൈൻ ചോപ്പ് ചെയ്ത് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ സവാള ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ചെറിയ പീസായിട്ടാണ് ഇതിലേക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ പീസാക്കി ചേർക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മിൻസ് ചെയ്തോ കീമയായിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ലസാനിയക്ക് മിൻസ് ചെയ്തോ കീമയായിട്ടോ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ചിക്കൻ കീമ, ബീഫ് കീമൊക്കെ ഉപയോഗിച്ചാണ് കൂടുതലായിട്ട് ലസാനിയ തയ്യാറാക്കാറുള്ളത്. ഒരു ചേഞ്ച് എന്നാണ് ഞാനിവിടെ ചെറിയ പീസായിട്ടാണ് ചിക്കൻ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കായിട്ട് 1/2 കപ്പ് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏത് കളർ ക്യാപ്സിക്കമാണ് ഉള്ളതെങ്കിൽ അത് 1/2 കപ്പ് എന്ന കണക്കിൽ ഇതിലേക്ക് ചേർക്കാട്ടോ. ഇനി ഇതിലേക്കായിട്ട് 2 മീഡിയം തക്കാളി ഫൈൻ പേസ്റ്റായിട്ട് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർക്കാം. ഇതിന് പകരമായിട്ട് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരിയും ചിക്കൻ നല്ലപോലെ മിക്സായി വെന്ത് വറ്റി വരുന്നത് വരെ മൂടി വെച്ചൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് ഇതിനുള്ള ഫില്ലിങ് നല്ലപോലെ മസാല എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചിക്കൻ കുക്കായി ഒന്ന് നോക്കാം. തക്കാളി പേസ്റ്റൊക്കെ നല്ലപോലെ ഇതിൽ വറ്റി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓപ്ഷണലാണ് 1/4 കപ്പ് കോൺ ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ റെഡ് ചില്ലി ക്രഷ് ചെയ്തതും ചേർക്കാം. പിന്നെ ചിക്കനിലെ ആവശ്യത്തിന് മസാലകളൊക്കെ ചേർത്തതുകൊണ്ട് അധികം എരിവിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ചിക്കൻ നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് കയ്യിലുപയോഗിച്ച് ചിക്കൻ ഒന്ന് പൊടിച്ചു കൊടുക്കാം. ലസാനിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മൈദയും ബട്ടറും ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ കട്ടകളായിട്ട് വരുമ്പോൾ പ്രശ്നമൊന്നുമില്ല. 1 കപ്പ് പാല് കറക്റ്റ് ഒഴിച്ചു കൊടുത്താൽ കറക്റ്റ് സോസിൻ്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കട്ടയില്ലാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. സോസ് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഈ സോസ് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ റെഡ് ചില്ലി ക്രഷ് ചെയ്തതും ഉപ്പും ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൗഡറും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഒന്ന് ചൂടാറി വരുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും. അപ്പോൾ ലസാനിയയിലേക്കുള്ള സോസ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ലസാനിയ സെറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലാസ് ട്രേ ഉപയോഗിച്ചും
ബേക്ക് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ട്രേയുടെ താഴെയായിട്ട് സോസ് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സോസ് ഗ്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ താഴെ വെക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അതിന് നല്ല ഫ്ലേവർ കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ സൈഡ് ഭാഗം കട്ട് ചെയ്തെടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കാം. ട്രേയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. 3/4 ഭാഗത്തോളം നമുക്ക് ഈ ഫസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന സോസ് ഇട്ട് കൊടുക്കാം. ഇനി ഫസ്റ്റ് ലെയറിൽ സോസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ ചീസ് നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ നമുക്ക് ടോപ്പിംഗ് ലെയറിലാണ് ആവശ്യമുള്ളത്. ഇതിന് മുകളിലായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എത്ര വേണമെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ലസാനിയയിൽ കൂടുതൽ ചീസ് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒറിഗാനോ അല്പം ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ബാക്കിയുള്ള ബ്രെഡ് വെച്ച് കൊടുക്കാം. ഈ ഗ്യാപ്പിലായിട്ട് ചെറിയ പീസ് വെച്ചൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെ ചെയ്യാം. ഇനി ഇതിന് മുകളിലായിട്ട് സോസ് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ലെയറിലാണ് കേട്ടോ കൂടുതൽ സോസ് സ്പ്രെഡ് ചെയ്യേണ്ടത്. കാരണം ടോപ്പിംഗ് ലെയറിൽ നമ്മൾ അധികം ചീസ് ഇട്ട് കൊടുക്കുന്നില്ല, ഫസ്റ്റ് ലെയറിലാണ് ചീസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ അധികം സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട, ചീസ് അധികം ഉപയോഗിക്കുന്നുണ്ട്. ടോപ്പിംഗ് ലെയറിലാണ് കൂടുതൽ സോസ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചിക്കനും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്പം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒറിഗാനോ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറാണ് കേട്ടോ. ഒറിഗാനോ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലസാനിയക്ക് നല്ല ഫ്ലേവറായിരിക്കും. ഇതെന്തായാലും നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ മാത്രം അല്പം ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കനും ചീസും കൂടെ ഒന്ന് മെൽറ്റായി കിട്ടാനായിട്ട് ഇതിന് മുകളിലായിട്ട് അല്പം ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ലസാനിയ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവൻ ഉപയോഗിച്ചല്ല, പാൻ ഉപയോഗിച്ചാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു പാൻ വെച്ചതിന് ശേഷം 15 മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ വെച്ച് കൊടുക്കാം. ഈ ട്രേക്ക് അനുസരിച്ചുള്ള മൂടിയില്ലാത്തതുകൊണ്ട് ഞാനിതുപോലെ ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഈ ഭാഗം ഒന്ന് നമുക്കിങ്ങനെ പൊക്കി വെച്ചതിന് ശേഷം വേണം ഇത് കവർ ചെയ്യാനായിട്ട്. അല്ല, ഇത് പൊക്കി വെച്ചില്ലെങ്കിൽ ചീസ് മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇനി ഏകദേശം ഒരു 35-40 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അതിന് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലസാനിയ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്തെടുക്കാം.